തിയേറ്ററുകളിലും പ്രേക്ഷക മനസ്സിലും ഭ്രമയുഗം കത്തിക്കയറുകയാണ്. ചിത്രം മികച്ച വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന പുതിയ സിനിമകളിലുള്ള ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും പ്രതീക്ഷകളും വർദ്ധിക്കുകയാണ്. ബസൂക്കയും ടർബോയുമാണ് മമ്മൂട്ടിയുടെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ. ഇപ്പോഴിതാ പുതിയ ചിത്രത്തിൻ്റെ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിൻ്റെതാണ് അപ്ഡേറ്റ്. 100ഓളം ദിവസം നീണ്ടുനിന്ന ഷൂട്ടിങ്ങിന് പാക്കപ്പ് ആയ വിവരമാണ് മമ്മൂട്ടി അറിയിച്ചിരിക്കുന്നത്. ടർബോയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ഫോട്ടോകളും മമ്മൂട്ടി പങ്കുവച്ചിട്ടുണ്ട്. മധുരരാജ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. സംവിധായകൻ കൂടിയായ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ടർബോ ഒരു ആക്ഷൻ കോമഡി എൻ്റർടൈനർ ആയിരിക്കുമെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം മമ്മൂട്ടിക്കൊപ്പം കന്നഡ സൂപ്പർ താരം രാജ്ബി ഷെട്ടിയും അഭിനയിക്കുന്നുണ്ട്. ടോളിവുഡ് താരം സുനിലും ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ടർബോക്ക് 100 ദിവസത്തെ ഷൂട്ടിംഗ് ആവശ്യമാണെന്ന് നേരത്തെ വൈശാഖ് അറിയിച്ചിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ ആയെന്നാണ് വിവരം. വിഷ്ണു ശർമ്മ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു മലയാളം സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് തികച്ചും അപൂർവമായൊരു കാഴ്ചയാണ്. വിഷ്ണു ശർമ്മയാണ് ഇതിൻ്റെ ഛായാഗ്രഹകൻ. ചിത്ര സംയോജനം നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. ടർബോ കൂടാതെ ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസിന് കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബസൂക്ക. നൂതനമായൊരു പ്രമേയം അവതരിപ്പിക്കുന്ന ബസൂക്കയിൽ നിരവധി ഗെറ്റപ്പുകളിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ ചിത്രം ഹൈടെക് സാങ്കേതിക വിദ്യകളോടെയാണ് അവതരിപ്പിക്കുക എന്നും റിപ്പോർട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്നൊരു പ്രത്യേകതയും ഈ സിനിമക്കുണ്ട്. പ്രശസ്ത തിരക്കഥാകൃത്തായ കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനോ ഡെന്നീസാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.